ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത. ശ്ലോകം 67. ഇദം തേനാദപസ്കായ നാഭക്തായ കദാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി. വിവർത്തനം. തപസ്സോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തി സേവന കർമ്മത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയയുള്ളവർക്കും രഹസ്യമായ ഈ ജ്ഞാനം ഉപദേശിക്കരുത്. ഭാവാർത്ഥം: നിർദ്ദിഷ്ടങ്ങളായ തപസ്യകളും ധർമാനുഷ്ഠാനങ്ങളും ചെയ്യാത്തവർക്കും കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ തുനിയാത്തവർക്കും ഒരു ശുദ്ധഭക്തനെ മാനിക്കാത്തവർക്കും കൃഷ്ണൻ ഒരു ഇതിഹാസ പുരുഷൻ മാത്രമെന്ന് കരുതുന്നവർക്കും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൽ ഈർഷ്യയുള്ളവർക്കും ഗോപ്യമായ ഈ ജ്ഞാനം നൽകിപ്പോകരുത്. കൃഷ്ണനോട് അസൂയയുള്ള ചില ആസുര സ്വഭാവികളും മറ്റു വിധത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുകയും തങ്ങളുടെ ഉദ്ദേശ്യങ്ങൾക്ക് അനുയോജ്യമായ വ്യാഖ്യാനം ഭഗവത്ഗീതയ്ക്ക് നൽകുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു. കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കണമെന്നുദ്ദേശിക്കുന്നവർ അത്തരം ഗീതാഭാഷ്യങ്ങളെ ആശ്രയിക്കരുത്. ഭോഗാസക്തരായവർക്ക് ഭഗവത്ഗീതയുടെ പൊരുൾ സുഗ്രാഹ്യമല്ലെന്നുള്ളതാണ് വാസ്തവം. ഭോഗാസക്തനല്ലെങ്കിലും വേദോക്തങ്ങളായ നിബന്ധനകൾ പിഴയ്ക്കാതെ അനുഷ്ഠിക്കുന്ന ഒരാൾ പോലും സ്വയം ഭക്തനല്ലെങ്കിൽ അയാൾക്ക് കൃഷ്ണനെ അറിയാൻ കഴിയില്ല. ഇനി കൃഷ്ണഭക്തനെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഏർപ്പെടാത്തവനും കൃഷ്ണന്റെ പൊരുൾ അറിയാൻ കഴിയില്ല. താനാണ് പരമപുരുഷനെന്നും തനിക്ക് തുല്യനായോ ശ്രേഷ്ഠനായോ മറ്റാരുമില്ലെന്നും ഭഗവത്ഗീതയിലൂടെ ഘോഷിച്ച കൃഷ്ണനോട് അസൂയാലുക്കളായ പലരുമുണ്ട്. കൃഷ്ണനോട് ഈർഷ്യയുള്ള അനേകം പേരുണ്ട്. ഭഗവത്ഗീതയെപ്പറ്റി അവരോട് പറഞ്ഞിട്ടെന്തു ഫലം? അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവിശ്വാസികൾക്ക് ഭഗവത്ഗീതയെക്കുറിച്ചോ കൃഷ്ണനെക്കുറിച്ചോ അറിവുണ്ടാക്കുക സാധ്യമല്ല തന്നെ. ആധികാരികതയുള്ള ഒരു ഉത്തമ ഭക്തനിൽ നിന്ന് കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് മുമ്പ് ആരും ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.